എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ട് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, വെൽഡിങ്, കട്ടിങ്, ഗ്രൈൻഡിങ് അങ്ങനെയുള്ള വർക്കിനെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഹോട്ട് വർക്കുകൾ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടണോടെ മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് പോകാം. അതായത് നമ്മൾ ഒരു ഹോട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ, അതായത് എവിടെയാണോ നമ്മൾ ഈ ഹോട്ട് വർക്കുകൾ ചെയ്യുന്നത് അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ നമ്മൾ നടത്തിയിരിക്കണം. ആ ഏരിയ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു വർക്ക് പെർമിറ്റ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഫസ്റ്റ്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്കേറ്റായിട്ടുള്ള PPs, അതായത് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ, അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഹോട്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം പല ടൈപ്പിലുള്ള ഇഞ്ചുറികളുണ്ടാവും, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോക്കുകളുണ്ടാവും, പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള, അതായത് PPs, നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, പ്രോപ്പറായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്കുകളൊക്കെ വരുന്ന സമയത്ത് മാക്സിമം നമുക്ക് അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ആക്സിഡൻറ്റിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഹോട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള PPs പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു ഹോട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ട്രെയിൻഡ് ആൻഡ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യിപ്പിക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഫ്രഷറെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ഹോട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഇത്തരത്തിലുള്ള ഹസാർഡ് വർക്കുകൾ ചെയ്യിപ്പിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നമ്മളൊരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ വെപ്പിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യിപ്പിക്കുവാനായിട്ട് പാടുള്ളൂ. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെൽഡിങ് ഏരിയയിലൊക്കെ വെൽഡിങ്ങോ കട്ടിങ്ങോ ഗ്രൈൻഡിങ്ങോ ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ കത്താൻ ചാൻസ് ഉള്ള കെമിക്കൽസോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അത് അവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, അത് കയറി തീ പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വെൽഡിംഗ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള എക്സ്പ്ലോസീവ് കെമിക്കൽസോ മറ്റെന്തെങ്കിലും കത്താൻ ചാൻസ് ഉള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹോട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും നമ്മൾ ആ ഒരു ഏരിയയിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കീപ്പ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. അതായത് നമുക്കറിയാം ഈ ഹോട്ട് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പം ആ ടൈമിൽ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും കയറി തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഫയർ ക്യാച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡിവൈസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഫയറിനെ അണയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും ഈ ഹോട്ട് വർക്ക് ചെയ്യുന്ന ഏരിയയിൽ എപ്പോഴും നമ്മളൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ അവിടെ കീപ്പ് ചെയ്തിരിക്കും. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹോട്ട് വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നമ്മളെപ്പോഴും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മളവിടെ കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു റൂമിൽ വെച്ചിട്ടാണ് ഒരു വെൽഡിങ്ങോ കട്ടിങ്ങോ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ആ റൂം എപ്പോഴും നല്ല വെന്റിലേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ആ ഏരിയ വളരെ ഹൗസ് കീപ്പിംഗ്, നമ്മൾ ഈ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളൊക്കെ അവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹോട്ട് വർക്ക് നമുക്ക് വളരെയധികം സേഫായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോഴേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.